മലയാള സിനിമയുടെ ചരിത്രത്തിൽ സൃഷ്ടാവും നടനും തമ്മിലുള്ള ഏറ്റവും ശ്രദ്ധേയവും കാലാതീതവുമായ സർഗാത്മക കൂട്ടുകെട്ടുകളിലൊന്നാണ് എം.ടി. വാസുദേവൻ നായരും മോഹൻലാലും. സാഹിത്യത്തിന്റെ ആഴവും സിനിമയുടെ ദൃശ്യഭാഷയും അപൂർവമായി കൈകോർത്ത നിമിഷങ്ങളായിരുന്നു ഈ കൂട്ടുകെട്ടിലൂടെ പിറന്ന ഓരോ സൃഷ്ടിയും. മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളും നൈതിക സംഘർഷങ്ങളും ജീവിതത്തിന്റെ സൂക്ഷ്മമായ വികാരതലങ്ങളും അതീവ കൃത്യതയോടെ തിരക്കഥയിലേക്ക് പകർത്തിയ എം.ടിയുടെ എഴുത്തിന് അതേ തീവ്രതയും ആത്മാവും പകരാൻ മോഹൻലാലിന്റെ സ്വാഭാവികവും ഭാവഗാംഭീര്യമുള്ളതുമായ അഭിനയത്തിന് സാധിച്ചു. വാക്കുകളിലൂടെ എം.ടി സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ വെറും സിനിമാ കഥാപാത്രങ്ങളായി ഒതുങ്ങാതെ മോഹൻലാലിന്റെ പ്രകടനത്തിലൂടെ അവ രക്തമാംസങ്ങളുള്ള മനുഷ്യരായി പ്രേക്ഷക മനസ്സുകളിൽ ജീവിച്ചു. നിശ്ശബ്ദകൊണ്ട് പോലും വികാരങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന അഭിനയവും കഥാപാത്രത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നുചെല്ലുന്ന അവതരണശൈലിയും എം.ടിയുടെ എഴുത്തിലെ മാനുഷികതയെ കൂടുതൽ ആഴത്തിൽ നമ്മെ അനുഭവിപ്പിച്ചു. അതുകൊണ്ടുതന്നെ ഈ കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രങ്ങൾ വെറും വിജയചിത്രങ്ങൾ മാത്രമല്ല, മറിച്ച് മലയാള സിനിമയുടെ കലാമൂല്യത്തെയും കഥപറച്ചിലിന്റെ നിലവാരത്തെയും പുതിയ ഉയരങ്ങളിലെത്തിച്ച കാലാതീതമായ ക്ലാസിക്കുകളായി ഇന്നും വിലയിരുത്തപ്പെടുന്നു. അമൃതം ഗമയയിലെ ഡോക്ടർ ഹരിദാസിന്റെ കുറ്റബോധവും ആത്മപ്രായശ്ചിത്തത്തിനായുള്ള യാത്രയും, സതയത്തിലെ സത്യനാഥന്റെ ആത്മസംഘർഷവും, താഴ്വാരത്തിലെ ബാലന്റെ പ്രതികാരയാത്രയും ഈ കൂട്ടുകെട്ടിന്റെ സൃഷ്ടിപരമായ ആഴം തെളിയിക്കുന്ന പ്രധാന ഉദാഹരണങ്ങളാണ്. വ്യത്യസ്ത മാനസികാവസ്ഥകളിലൂടെ സഞ്ചരിക്കുന്ന കഥാപാത്രങ്ങളെ അതീവ യാഥാർത്ഥ്യത്തോടെയും തീവ്രതയോടെയും അവതരിപ്പിച്ച ഈ ചിത്രങ്ങൾ മലയാള സിനിമയിലെ കഥാപാത്രകേന്ദ്രീകൃത കഥപറച്ചിലിന് പുതിയ മാനങ്ങൾ സമ്മാനിച്ചു. കാലാതീതമായ പ്രമേയങ്ങളും അസാധാരണമായ അഭിനയവും കൊണ്ട് ഇന്നും പ്രേക്ഷക മനസ്സുകളിൽ ജീവിക്കുന്ന ഈ സൃഷ്ടികൾ എം.ടി. മോഹൻലാൽ കൂട്ടുകെട്ടിനെ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക് സഹകരണങ്ങളിലൊന്നായി അടയാളപ്പെടുത്തുന്നു.